ഖാദർ അങ്ങേക്ക് ജയേന്ദ്രന് മറുപടി നൽകാം. അതോടൊപ്പം പഴയ ഒരു CPI-കാരൻ എന്നുള്ള നിലയ്ക്ക് CPI-യുടെ ഇപ്പോഴത്തെ നിലപാടിനെ അങ്ങ് എങ്ങനെ കാണുന്നതും കൂടി പ്രധാനമാണല്ലോ. അത് മാത്രമല്ല, ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഭാവി ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അപ്പോഴെന്താകും എന്നുള്ളൊരു വിഷയം കൂടി ഉണ്ടല്ലോ. ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം, അതുകൊണ്ട് LDF-ൽ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ല എന്ന് CPI നേതാക്കൾ പറയുന്നുണ്ട്. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നിപ്പോൾ CPM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായത് തന്നെ 11ാം പാർട്ടി കോൺഗ്രസ്സിന് ശേഷം 1978 11ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതിന് ശേഷം PK വാസുദേവൻ നായരെ CPI രാജിവെപ്പിച്ചിട്ടാണ് CPM-നെ ആ പ്രധാന പദവിയിലേക്ക് കൊണ്ടുവന്നത്. മുഖ്യമന്ത്രി സ്ഥാനം ത്യജിച്ചിട്ടാണ്. അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അനുഭവിക്കാൻ മുഖ്യമന്ത്രി സ്ഥാനം ത്യജിച്ചിട്ട് CPM-നെ മുഖ്യമന്ത്രിയാക്കി കൊടുക്കുകയാണ് അവർ ചെയ്തത്. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ജനറലായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്ന CPI-യെ UDF-ലേക്ക് ക്ഷണിക്കാനൊന്നും ഞാനാളല്ല. അതൊക്കെ UDF-ൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് സ്മൃതി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, CPI എന്നൊക്കെ കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ടുണ്ടോ അന്നൊക്കെ അവർക്ക് വലിയ നേട്ടങ്ങൾ ഭരണരംഗത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് അവരുടെ മന്ത്രിമാർക്കൊക്കെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അന്ന് അച്യുത മേനോൻ മുഖ്യമന്ത്രിയായ കാലത്ത് കൊച്ചിയിലെ മേയർ TM അബു ആയിരുന്നു. ഇങ്ങനെ പലതരത്തിലും, അതുപോലെ ബീഹാറിലൊക്കെ നിയമസഭയിൽ അവർക്ക് ഒരുപാട് സീറ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പാർലമെൻ്ററി ആയിട്ടുള്ള നേട്ടങ്ങൾ CPI പാർട്ടിക്ക് ഉണ്ടായത് വാസ്തവത്തിൽ കോൺഗ്രസ് ലൈനിൽ നിന്നപ്പോഴാണ്. പ്രതിപക്ഷ നേതാവൊക്കെ വലതുപക്ഷമെന്ന് ഞങ്ങളെ ഇനി വിളിക്കരുതെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണ് എന്ന് കൂടി അവകാശപ്പെടുന്നുണ്ട്. അല്ല, അതിന് തെറ്റില്ല. കാരണം ഇടതുപക്ഷമാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്ന് പുസ്തകത്തിൽ നോക്കി പറയാമെന്നല്ലാതെ തെളിവുകളൊന്നുമില്ല, കാണപ്പെടുന്ന തെളിവുകളൊന്നുമില്ല. ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട്, അതിൻ്റെ നയനിലപാടുകൾക്കെതിരായിട്ട് ഇന്ത്യ ആകെ ഗുരുതരമായ പല പ്രതിസന്ധികളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജ്യം മുഴുവൻ വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ നടപടിക്രമങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. വംശീയതയും വർഗീയതയും പല പ്രശ്നങ്ങളും വന്നുകൊണ്ട് ഈ ഗവൺമെൻറ്റിനോട് സമരം ചെയ്ത് ജയിച്ചിട്ടുള്ള ഏക ശക്തി നമ്മുടെ കൃഷിക്കാരാണ്. കുറച്ചെങ്കിലും അതിശക്തമായ ദീർഘനാൾ നീണ്ടുന്ന പോരാട്ടം നടത്തിയിട്ട് കാർഷിക ബില്ലുകൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതാണ് ഒരു ജയിച്ച സമരം. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഇത് അവർക്ക് അവരുടേതായൊരു നയമുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലാകെ നടപ്പിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നൊരു നയമുണ്ട്. അതുകൊണ്ട് എല്ലാ കൺകറൻറ്റ് ലിസ്റ്റിലും കയറിയിട്ട് അവർ അതെല്ലാം സെൻട്രൽ ലിസ്റ്റാക്കുന്ന രീതിയിലാണ് ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഈ സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നിലവാരത്തിലേക്ക് സംസ്ഥാന മുഖ്യമന്ത്രിമാർ മാറി വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അതൊക്കെ വളരെ അതിനെതിരായി നമ്മളെല്ലാവരും ഇപ്പോൾ ഈ സംസാരിച്ച എല്ലാവരും മാത്രമല്ല, കിട്ടാവുന്നത്ര ആളുകൾ ഒരുമിച്ച് നിർത്തിയിട്ടാണ് NEP-യുടെ ഈ തെറ്റായ നയങ്ങൾക്കെതിരെയും ഈ കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായും പൊരുതാൻ നമ്മളെല്ലാവരും കൂടി വാസ്തവത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ജയേന്ദ്രന് മറുപടി പറയത്തക്ക കാര്യങ്ങളൊന്നും ജയേന്ദ്രൻ പറഞ്ഞായിട്ട് എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ പൊടിവാറയെക്കുറിച്ച് പറഞ്ഞു, പൊടിവാറ മുഖ്യമന്ത്രിയുടെ ഒരു ബോഡി ലാംഗ്വേജ് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഒരു കീൻ ഒബ്സർവേഷനായിട്ട് വിട്ടാൽ മതി. അതുപോലെ തന്നെ അതൊന്നും ഒരു വലിയ മറുപടി പറയേണ്ട കാര്യമില്ല. അതുപോലെ മറ്റൊരു വിഷയം, ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനങ്ങളിൽ ഇപ്പോൾ ഇരുട്ടത്താണ് ഞങ്ങൾ നിർത്തിയത്, മന്ത്രിസഭ അറിഞ്ഞിട്ടില്ല, ഇതെന്ത് ഗവൺമെൻറ്റാണെന്ന് ചോദിച്ചത് CPI ആണ്. അതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി ഏതാണ്ട് ഇരുട്ടത്ത് നിർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ അതിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അതെന്താ അങ്ങനെ മറച്ചു വെക്കുന്നത്? അപ്പോൾ ഈ CPM-ന് തന്നെ ഇതൊന്നും മറച്ചു വെക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നിയതിനെ കീനായിട്ട് ഒബ്സർവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നൊരു ഉത്തരം, ഇത് പരസ്യമായിട്ട് ചെയ്താൽ വലിയ ഭവിഷ്യത്ത് കേരളത്തിൻ്റെ മൊത്തം വിദ്യാഭ്യാസ നയത്തിന്, ഇതുവരെയുള്ള നയത്തിന് എതിരായതുകൊണ്ട് വൻ എതിർപ്പുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് രഹസ്യമായി നടത്തിയാൽ മതി എന്നൊരു തോന്നലിൽ നിന്നായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ഒരു രഹസ്യാത്മകത ഇതിന് വലിയൊരു ആക്ഷേപം ക്ഷണിച്ചു വരുത്തിയൊരു സാഹചര്യമാണ്.
പ്രതിപക്ഷത്തിന്റെ CPI പ്രതിഷേധം ഇത് എത്രത്തോളം എങ്ങനെ ശക്തമാണെന്നൊരു മുന്നോട്ട് ചോദ്യം കൊണ്ടുപോകുമെന്ന് കൂടിയുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ. അഡ്വക്കേറ്റ് KN ഖാദർ, പ്രതിപക്ഷത്തിന് എത്രത്തോളം പ്രതിഷേധമുണ്ട്? ഇപ്പോൾ MSFന്റെ ഒക്കെ ചില സമരങ്ങൾ ഉണ്ടാകുന്നു എന്നതിനപ്പുറം വലിയൊരു പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോയതായി കണ്ടില്ല. അല്ല, പ്രതിപക്ഷത്തിന് ആവശ്യമായിട്ടുള്ള ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഞങ്ങളെ KHSTU, KSTU തുടങ്ങിയ അധ്യാപക സംഘടനകൾ, അതുപോലെ ഇടതുപക്ഷത്തെ അധ്യാപക സംഘടനകൾ, കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനകൾ, വിദ്യാർത്ഥി സംഘടന, എത്രയോ സെമിനാറുകളും എത്രയോ സമരങ്ങളും നടന്നിട്ടുണ്ട്. ഞാൻ തന്നെ എണ്ണമറ്റ സമരങ്ങളിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരായിട്ട് അതിൽ പങ്കാളികളാകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്, സെമിനാറുകളിലൊക്കെ. ശരി. അതിലെല്ലാവരും ഒരുമിച്ചായിരുന്നു, എല്ലാവർക്കും ഒരു അഭിപ്രായമായിരുന്നു. ഈ തർക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങളും ഞങ്ങളുടെ രീതിയിൽ ചെയ്യുന്നുണ്ട്. ശരി. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഇതിപ്പോൾ 2024 തന്നെ ഇങ്ങനെ ഒരു കത്ത് ഇത് ഞങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാണ് പറഞ്ഞിട്ട് റാണി ജോർജ് പ്രിൻസിപ്പൽ സെക്രട്ടറി സെൻട്രൽ ഗവൺമെൻറ്റിന് കത്തയച്ചിട്ടുണ്ട്. അന്ന് തന്നെ 37% ഫണ്ടിൻ്റെ വീതപ്പം തന്നെ വേണം, ഞങ്ങൾ ഒപ്പിട്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ എതിർക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. അപ്പം അങ്ങനെ നോക്കിയാൽ ഇതിലൊരു ചെറിയൊരു വീക്ക്നെസ് ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ CPIയും CPM കൂടി അങ്ങോട്ട് സെറ്റിലായാൽ ഈ വിഷയം അവസാനിക്കുന്നില്ല. ഇത് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് നയം മാറ്റിക്കാൻ നമ്മൾ ചില ചർച്ചകൾ നടത്തിക്കൊണ്ടൊന്നും നയം മാറില്ല. ബഹുജനങ്ങളുടെ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് വരുമ്പോഴേ ആ നയം മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് മാറണം. അങ്ങനെ ഒരു വലിയ സമരം പ്രക്ഷോഭം ആവശ്യമുള്ളൊരു സംഗതിയാണ്. അത് രണ്ട് പാർട്ടികൾ തമ്മിൽ സെറ്റിൽ ചെയ്യാൻ ഒക്കില്ല. അത് അവർ സെറ്റിലായാലും ഇത് തീരൂല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.